അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്നത് നാഥനായ റബ്ബ് അവൻ്റെ അടിയാറുകൾക്ക് നൽകുന്ന പ്രതിഫലമാണ്. നമ്മുടെയൊക്കെ ആഗ്രഹവും പ്രതീക്ഷയുമൊക്കെ ആ സ്വർഗമാണ്. എന്നാൽ ഈ സ്വർഗത്തിൽ സുരക്ഷിതമായി കടക്കുന്നത് എങ്ങനെയാണ്? അതിന് 4 വഴികൾ ഒരു ഹദീസിലൂടെ മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതിലൊന്നാമത്തേത് അഫ്ഷുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഈ സലാം പരസ്പരം മനസ്സകങ്ങളിൽ ഇണക്കമുണ്ടാകാനും പരസ്പരം സ്നേഹമുണ്ടാകാനും ഈ വാക്ക് വഴിയായി സാധ്യമാകുന്നു. മാത്രമല്ല, സുരക്ഷിതമായി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ താക്കോലും കൂടിയാണ്. രണ്ടാമത്തേതായി മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത്ഇമു തആം, നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കാനാണ്. കുടുംബക്കാർ, കൂട്ടുകാർ, അയൽവാസികൾ, ബന്ധുക്കൾ, ആലംബഹീനരായ ആളുകൾ, സാധുക്കൾ, വഴിയാത്രക്കാർ, അങ്ങനെ അന്നം മുട്ടുന്ന ആളുകൾ, അന്നം മുട്ടാത്തവർ, എല്ലാവർക്കും ഭക്ഷണം ഭക്ഷിപ്പിച്ചാൽ തീർച്ചയായും അത് സ്വർഗത്തിൽ സുരക്ഷിതമായി കടക്കാനുള്ളൊരു വഴിയാണ്. മാത്രമല്ല, അതുവഴിയായി നമ്മുടെ ഹൃദയങ്ങൾക്ക് വല്ലാത്ത നൈർമല്യതയും സന്തോഷവും അനുഭവപ്പെടും. മൂന്നാമതായി മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വസ്വിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കുവാനാണ്. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് വെക്കണമെന്നും അവരെ സ്നേഹിക്കണമെന്നുമെല്ലാം നബിതങ്ങൾ ഓർമ്മപ്പെടുത്തി. മറ്റ് ഹദീസുകളിലൂടെ അതുവഴിയായി ആയുസ്സിൽ വർധനവ് ലഭിക്കുമെന്നുമെല്ലാം കാണാൻ കഴിയും. അപ്പോൾ സ്വർഗത്തിൽ സുരക്ഷിതമായി കടക്കാനുള്ള മൂന്നാമത്തെ വഴി കുടുംബ ബന്ധം ചേർക്കുക എന്നതാണ്. നാലാമതായി ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വസ്വല്ലു ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങളെല്ലാം എന്നല്ല ലോകം മുഴുവനും സുഖനിദ്രയിലായി കഴിയുമ്പോൾ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് യജമാനനായ റബ്ബിന് വേണ്ടി നമസ്കാരത്തിൽ ഏർപ്പെടുന്നവർ, തീർച്ചയായും അതൊരു വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. അത് ചിലർക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നുമാണ്. അപ്രകാരം രാത്രിയുടെ സുഖം പറ്റി അവരുടെ ബെഡുകളിൽ കിടന്നുറങ്ങാതെ അള്ളാഹുവിന് വേണ്ടി ആ സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കലും സ്വർഗത്തിൽ സുരക്ഷിതമായി കടക്കാനുള്ള വഴിയാണെന്ന് മുത്തായ തങ്ങൾ പഠിപ്പിച്ചു. ഒരു വിളക്കുമാടം പോലെ പ്രകാശം സ്ഫുരിക്കുന്നതാണ് ഈ ഹദീസ്. ഈ ഹദീസിലൂടെ പറഞ്ഞ വഴികളിലൂടെ നാം സഞ്ചരിച്ചാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ തൃപ്തി നേടി തദ്ഖുലുൽ ജന്നത ബിസ്സലാം, സുരക്ഷിതമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരത്തിലുള്ള നല്ല നല്ല കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സുരക്ഷിതമായി സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹുവിൻ്റെ അജയ്യമായ തൃപ്തി ഈ ലോകത്തും പരലോകത്തും നേടിയെടുക്കുവാനും നാഥനായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.